സൗരയൂഥത്തിന് പുറത്ത് എക്സോ പ്ലാനറ്റുകളിലാണ് ശാസ്ത്രജ്ഞർ സാധാരണ അന്യഗ്രഹ ജീവികളെ തിരയുന്നത്. എന്നാൽ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ സാഹചര്യങ്ങളുള്ള ലോകങ്ങൾ നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ തന്നെ ധാരാളമുണ്ടെന്ന് കാലക്രമേണ ശാസ്ത്രജ്ഞർ തിരിച്ചറിഞ്ഞു. അത്തരം ലോകങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് യൂറോപ്പ. ഇതിന്റെ മഞ്ഞുകട്ടകൾക്കടിയിലെ സമുദ്രത്തിൽ ഒരുപക്ഷെ ജീവനുണ്ടായിരിക്കാൻ വലിയ സാധ്യതയുണ്ട്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി അധികം വൈകാതെ ഒരു പേടകത്തിനെ അങ്ങോട്ടേക്ക് അയക്കാൻ നാസ പദ്ധതിയിട്ടിരിക്കുകയാണ്. അതാണ് യൂറോപ്പ ക്ലിപ്പർ മിഷൻ. സോളാർ സിസ്റ്റത്തിൽ നിരവധി മഞ്ഞ് ലോകങ്ങളുണ്ട്. ഇതിൽ പല മഞ്ഞ് ലോകങ്ങൾക്കും അവയുടെ മഞ്ഞിനടിയിൽ വലിയ സമുദ്രമുണ്ട്. അതാണ് ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും. കാരണം ജീവനുണ്ടാകാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സമുദ്രം. നമ്മുടെ ഭൂമിയിലും സമുദ്രങ്ങളുടെ ആഴങ്ങളിലാണ് ആദ്യമായിട്ട് ജീവൻ ഉത്ഭവിച്ചത്. അങ്ങനെ സമുദ്രമുണ്ടെന്ന് സ്ഥിരീകരിക്കപ്പെട്ട ഒരു ലോകമാണ് യൂറോപ്പ. ഇത് ജൂപ്പിറ്ററിന്റെ ഒരു ഉപഗ്രഹമാണ്. നമ്മുടെ ചന്ദ്രനേക്കാൾ കുറച്ചുകൂടെ വലിപ്പം കുറവാണ് യൂറോപ്പയ്ക്ക്. യൂറോപ്പയുടെ ഉപരിതലം മുഴുവൻ മഞ്ഞ് കൊണ്ട് മൂടിയിരിക്കുകയാണ്. നിലവിലത്തെ നിരീക്ഷണം അനുസരിച്ച് ഈ മഞ്ഞിന് ഏകദേശം 15 കിലോമീറ്റർ മുതൽ 25 കിലോമീറ്ററോളം വരെ ആഴമുണ്ടായിരിക്കുമെന്നാണ് നിഗമനം. ഈ മഞ്ഞുപാളിയുടെയും അടിയിലാണ് യൂറോപ്പയുടെ സമുദ്രം. യൂറോപ്പയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും ഈ സമുദ്രമാണ്. ഇതൊരു ചെറിയ സമുദ്രമൊന്നുമല്ല. ഇതിന് ഏകദേശം 60 കിലോമീറ്റേഴ്സ് മുതൽ 150 കിലോമീറ്റേഴ്സോളം വരെ ആഴമുണ്ടായിരിക്കും. അതായത് നമ്മുടെ ഭൂമിയിലുള്ള മുഴുവൻ ജലത്തിന്റെ ഇരട്ടിയിൽ കൂടുതൽ ജലം ഒരുപക്ഷെ ഇതിന്റെ ഉള്ളിലെ സമുദ്രത്തിൽ ഉണ്ടായിരിക്കും. അത് സ്ഥിരീകരിക്കാനുള്ള ധാരാളം തെളിവുകളും നാസ കണ്ടെത്തിയിട്ടുണ്ട്. അതിനു പുറമെ മറ്റ് പല കാരണങ്ങളാലും ജീവൻ നിലനിൽക്കാൻ കൂടുതൽ സാധ്യതയുള്ളതുമായ ഒരു ലോകമാണ് യൂറോപ്പ. അതുകൊണ്ടാണ് നാസ ഒരു യൂറോപ്പ ദൗത്യം ചെയ്യാൻ തീരുമാനിച്ചത്. അതാണ് യൂറോപ്പ ക്ലിപ്പർ മിഷൻ. യഥാർത്ഥത്തിൽ പല ദശകങ്ങൾക്ക് മുൻപ് തന്നെ യൂറോപ്പയിൽ ജലമുണ്ടെന്ന് ശാസ്ത്രജ്ഞർ തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് പണ്ടേ തന്നെ യൂറോപ്പയിലേക്ക് ഒരു പേടകം അയക്കണമെന്നും നാസ പദ്ധതിയിട്ടിരുന്നു. അതിനുവേണ്ടി പല പദ്ധതികളും അവർ വിഭാവനം ചെയ്തു. അങ്ങനെ അവസാനം 2017 യൂറോപ്പ ക്ലിപ്പർ മിഷൻ ചെയ്യാൻ തീരുമാനിച്ചത്. 40,000 കോടി രൂപയോളം ചിലവാക്കിയാണ് നാസ ഈ ദൗത്യം ചെയ്യുന്നത്. പക്ഷേ ഇത് യൂറോപ്പയിൽ ചെന്ന് ലാൻഡ് ചെയ്യുന്ന ഒരു പേടകമൊന്നുമല്ല. അത് മാത്രമല്ല, ഇത് യൂറോപ്പയെ വലം വെക്കുകയും ചെയ്യില്ല. പകരം ഇത് ജൂപ്പിറ്ററിനെ ആയിരിക്കും വലം വെക്കുന്നത്. ജൂപ്പിറ്ററിനെ വലം വെക്കുന്നതിനിടയിൽ ഇത് പലതവണ യൂറോപ്പയ്ക്ക് സമീപത്ത് കൂടെ പറന്നു പോകും. അങ്ങനെ പറന്നു പോകുന്ന സമയത്തിലായിരിക്കും ഇത് യൂറോപ്പയെ നിരീക്ഷിക്കുന്നത്. ഈ രീതിയിൽ ഇതിനെ നിർമ്മിക്കാൻ ഒരു കാരണമുണ്ട്. യൂറോപ്പ ജൂപ്പിറ്ററിന്റെ വളരെ സമീപത്തിലായതിനാൽ ജൂപ്പിറ്ററിന്റെ അതിശക്തമായ റേഡിയേഷൻ യൂറോപ്പയ്ക്ക് ചുറ്റുമുണ്ടായിരിക്കും. ഒരു പേടകത്തിനെ യൂറോപ്പയ്ക്ക് ചുറ്റും സ്ഥാപിച്ചാൽ അതിനി എത്ര ശക്തമായ രീതിയിലുള്ള ഒരു പേടകമായിരുന്നാലും തീവ്രമായ റേഡിയേഷൻ കാരണം ആ പേടകം ഏതാനും ചില മാസങ്ങൾക്കകം നശിക്കും. യൂറോപ്പയെ മുഴുവൻ നിരീക്ഷിക്കാൻ ഇത്രയും ചുരുങ്ങിയ സമയം തന്നെ ധാരാളമാണ്. പക്ഷേ പ്രശ്നം എന്താണെന്നാൽ ശേഖരിക്കുന്ന ഡേറ്റ ഭൂമിയിലേക്ക് അയച്ചു തരാൻ ഒരുപാട് സമയമെടുക്കും. ഒരുപാട് സമയം എന്ന് വെച്ചാൽ ചെറിയൊരു ചിത്രം അയച്ചു തരാൻ തന്നെ പല മണിക്കൂറുകൾ മുതൽ ദിവസങ്ങളോളം വരെ സമയമെടുത്തേക്കാം. അപ്പോൾ യൂറോപ്പയുടെ ശേഖരിക്കുന്ന മുഴുവൻ ഡേറ്റയും ഭൂമിയിലേക്ക് അയച്ചു തരാൻ ചില മാസങ്ങളോളം സമയം എന്നത് ഒട്ടും തന്നെ മതിയാകില്ല. അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ജൂപ്പിറ്ററിന് ചുറ്റും ഇത് വലം വെക്കുന്നത്. ഇതൊരു എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആയിരിക്കും. അതുകൊണ്ട് കൂടുതൽ സമയവും ജൂപ്പിറ്ററിന്റെ അപകടകരമായ റേഡിയേഷൻ മേഖലയിൽ നിന്നും ആവശ്യത്തിനകലെയായിരിക്കും ഇത് നിലനിൽക്കുന്നത്. ഓരോ തവണ അടുത്തു വരുമ്പോഴും ഇത് യൂറോപ്പയെ നിരീക്ഷിക്കുകയും യൂറോപ്പയുടെ ഡാറ്റ ശേഖരിക്കുകയും ചെയ്യും. അകന്നു പോകുന്ന സമയത്തിൽ ശേഖരിച്ച ഡാറ്റ മുഴുവൻ അയച്ചു തരികയും ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഏതാനും ചില മാസങ്ങൾക്ക് പകരം 3.5 വർഷങ്ങളോളം ഇതിന് പ്രവർത്തിക്കാനാകും. അത് മാത്രമല്ല, ഇതുകൊണ്ട് മറ്റൊരു ഉപയോഗവും കൂടെയുണ്ട്. എന്താണെന്നാൽ യൂറോപ്പയ്ക്ക് സമീപമുള്ള ജൂപ്പിറ്ററിന്റെ വേറെയും 2 ഉപഗ്രഹങ്ങളാണ് ഗാനിമേഡും കാലിസ്റ്റോയും. ഈ ഉപഗ്രഹങ്ങളുടെ ഗ്രാവിറ്റി അസിസ്റ്റ് ഉപയോഗിച്ച് ക്ലിപ്പർ പേടകത്തിന്റെ സഞ്ചാരപഥത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താനാകും. അങ്ങനെ ഓരോ തവണ യൂറോപ്പയ്ക്ക് സമീപം എത്തുമ്പോഴും യൂറോപ്പയുടെ വ്യത്യസ്തമായ ഒരു ഭാഗത്തിന് മുകളിലൂടെ ആയിരിക്കും ഇത് പറന്നു പോകുന്നത്. അങ്ങനെ യൂറോപ്പയുടെ പരമാവധി ഉപരിതലവും ക്ലിപ്പർ പേടകത്തിന് നിരീക്ഷിക്കാൻ കഴിയും. 3.5 വർഷങ്ങൾക്കിടയിൽ 44 തവണ ഇത് യൂറോപ്പയ്ക്ക് സമീപത്ത് കൂടെ പറന്നു പോകും. അങ്ങനെ പോകുന്നതിനിടയിൽ ചിലപ്പോൾ ഇത് യൂറോപ്പയുടെ ഉപരിതലത്തിൽ നിന്നും വെറും 25 കിലോമീറ്ററുകൾക്ക് മുകളിൽ വരെ എത്തും. ഈ 3.5 വർഷങ്ങൾക്കിടയിൽ ജൂപ്പിറ്ററിന്റെ മറ്റു ഉപഗ്രഹങ്ങളെയും ഇത് നിരീക്ഷിക്കും. നിലവിൽ ഈ പേടകത്തിന്റെയും ഉള്ളിലുള്ള ഉപകരണങ്ങളുടെയും ഒക്കെ നിർമ്മാണങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ ഉപകരണങ്ങളെയൊക്കെ പരിശോധിക്കുകയും ക്രമീകരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം ഒക്ടോബറിൽ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 ഇതിനെ വിക്ഷേപിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്.
വിക്ഷേപിച്ച ഉടനെ നേരെ ഇത് ജൂപ്പിറ്ററിലേക്ക് പോകില്ല. ആദ്യം ഇത് സൂര്യന് ചുറ്റും കുറച്ചുകാലം വലം വയ്ക്കും. അതിനിടയിൽ 2025 ഫെബ്രുവരിയിൽ വേഗത കൂട്ടാൻ വേണ്ടി ഇത് മാർസിന്റെ അടുത്തുകൂടെ പോകും. എന്നിട്ട് 2026 ഡിസംബറിൽ ഇത് ഭൂമിക്ക് സമീപത്തുകൂടെ പോകും. അപ്പോൾ ഇതിന്റെ വേഗത വീണ്ടും കൂടും. അവിടുന്ന് പിന്നെ നേരെ ജൂപ്പിറ്ററിനെ ലക്ഷ്യമിട്ട് പോകും. 2030 ഏപ്രിൽ ആകുമ്പോഴായിരിക്കും ഇത് ജൂപ്പിറ്ററിന്റെ ഓർബിറ്റിൽ എത്തുന്നത്. അതായത് വിക്ഷേപിച്ച ശേഷം 5.5 വർഷങ്ങൾ കഴിഞ്ഞാണ് ലക്ഷ്യസ്ഥാനത്തിൽ എത്തുന്നത്. അപ്പോഴേക്കും ഭൂരിപക്ഷം ജനങ്ങളും ഈ ദൗത്യത്തിനെ കുറിച്ച് മറന്നിട്ടുണ്ടാകും. എന്തായാലും യൂറോപ്പയ്ക്ക് പ്രധാനമായും 3 ദൗത്യങ്ങളുണ്ട്. ഒന്ന്, യൂറോപ്പയെ പരമാവധി പര്യവേഷണം ചെയ്യുക. കൂടുതൽ പര്യവേഷണം ചെയ്യുന്നതിലൂടെ യൂറോപ്പയുടെ കൂടുതൽ സവിശേഷതകൾ മനസ്സിലാക്കാൻ കഴിയും. 2, യൂറോപ്പയുടെ വാസയോഗ്യത എത്രത്തോളമാണെന്ന് തിരിച്ചറിയുക. യൂറോപ്പയിൽ ലഭ്യമായ ഊർജം, അവിടെയുള്ള രാസപദാർത്ഥങ്ങൾ, പിന്നെ അവിടുത്തെ ജലത്തിന്റെ സവിശേഷതകൾ, ഇത്രയും കാര്യങ്ങൾ കണ്ടെത്തുമ്പോൾ യൂറോപ്പ എത്രത്തോളം ഹാബിറ്റബിൾ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. 3, ഭാവിയിൽ ഇവിടെ ഒരു പേടകത്തിന് ലാൻഡ് ചെയ്യാൻ ഏറ്റവും ഉത്തമമായ ഒരു സ്ഥലം കണ്ടെത്തുക. ഇതിന് പുറമെ മഞ്ഞിന്റെ കട്ടി എത്രയാണെന്ന് മനസ്സിലാക്കുക, സമുദ്രത്തിന്റെ കൃത്യമായ ആഴം തിരിച്ചറിയുക, ഉപരിതല സവിശേഷതകൾ കണ്ടുപിടിക്കുക. അങ്ങനെ വേറെയും ഒരുപാട് ദൗത്യങ്ങളുമുണ്ട്. ഈ ഡാറ്റകളൊക്കെ ശേഖരിക്കാൻ ക്ലിപ്പർ പേടകത്തിൽ അത്യാധുനികമായ നിരവധി ഉപകരണങ്ങളും വെച്ചിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒന്നാണ് സോളാർ പാനലുകൾ. ക്ലിപ്പർ ശരിക്കും ഒരു വലിയ പേടകമാണ്. 20 അടിയോളമാണ് ഇതിന്റെ ഉയരം. ഇതിന്റെ സോളാർ പാനലുകൾക്ക് മാത്രം മൊത്തത്തിൽ 72 അടി നീളമുണ്ട്. അതായത് ഒരു KSRTC ബസിന്റെ ഇരട്ടിയോളം നീളം. സൂര്യനെ അഭിമുഖീകരിച്ചു നിൽക്കുന്ന സമയത്തിൽ നിരന്തരമായിട്ട് 150 വാട്ട്സോളം ഊർജം ഉണ്ടാക്കാൻ ഈ വലിയ സോളാർ പാനലുകൾക്ക് കഴിയും. പേടകത്തിൽ പ്രധാനമായും 9 ഉപകരണങ്ങളുണ്ട്. ഒന്നാമത്തത് യൂറോപ്പ തെർമൽ എമിഷൻ ഇമേജിംഗ് സിസ്റ്റം. ഇത് യൂറോപ്പയുടെ ഉപരിതല താപനിലയെ പൂർണ്ണമായും മാപ്പ് ചെയ്യും. അതിലൂടെ ജിയോളജിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ യൂറോപ്പയിൽ സംഭവിക്കുന്നുണ്ടോ എന്നും മഞ്ഞിന്റെ രൂപീകരണവും സമുദ്രത്തിനുള്ളിൽ എന്തെങ്കിലും ഊർജ്ജ സ്രോതസ് ഉണ്ടോ എന്നും മനസ്സിലാക്കാൻ കഴിയും. അതുമാത്രമല്ല, സമുദ്രത്തിൽ ജീവൻ ഉണ്ടെങ്കിൽ അതിൽ നിന്നും വരുന്ന താപനിലയും ഇതിന് ഡിറ്റക്ട് ചെയ്യാനാകും. രണ്ടാമത്തെ ഉപകരണം മാപ്പിംഗ് ഇമേജിംഗ് സ്പെക്ട്രോമീറ്റർ ഫോർ യൂറോപ്പ. ഉപരിതലത്തിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം യൂറോപ്പയുടെ വളരെ കനം കുറഞ്ഞ അന്തരീക്ഷത്തിനെയും അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളെക്കുറിച്ച് മനസ്സിലാക്കാനും ഈ ഉപകരണം സഹായിക്കും. മൂന്നാമത്തത് യൂറോപ്പ ഇമേജിംഗ് സിസ്റ്റം. ഇത് ശരിക്കും ഒരു ഹൈ റെസൊല്യൂഷൻ ക്യാമറയാണ്. ഈ ക്യാമറയിലൂടെ യൂറോപ്പയുടെ ഉപരിതലത്തിന്റെ 95% മാപ്പ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 50 മീറ്റർ റെസൊല്യൂഷൻ മുതൽ 1/2 മീറ്റർ റെസൊല്യൂഷനിൽ വരെ ഇത് മാപ്പ് ചെയ്യും. എന്നുവെച്ചാൽ യൂറോപ്പയുടെ ഉപരിതലത്തിനെ അത്യധികം സമഗ്രമായിട്ട് തന്നെ ഇതിലൂടെ നമുക്ക് കാണാൻ പറ്റും. നാലാമത്തത് യൂറോപ്പ അൾട്രാ വയലറ്റ് സ്പെക്ട്രോഗ്രാഫ്. യൂറോപ്പയുടെ അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വാതകങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനാണ് ഈ ഉപകരണം വെച്ചിരിക്കുന്നത്. അഞ്ചാമത്തത് റാഡാർ ഫോർ യൂറോപ്പ അസസ്മെന്റ് ആൻഡ് സൗണ്ടിംഗ് ഓഷൻ ടു നിയർ സർഫസ്. ഇത് മഞ്ഞിന്റെയും സമുദ്രത്തിന്റെയും കൃത്യമായ ആഴം നിർണ്ണയിക്കും. അതിനു പുറമെ മഞ്ഞിനടിയിലുള്ള ആന്തരിക ഘടനകളെയും ഇതിലൂടെ കണ്ടെത്താനാകും. ആറാമത്തത് യൂറോപ്പ ക്ലിപ്പർ മാഗ്നറ്റോമീറ്റർ. യൂറോപ്പയ്ക്ക് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് മനസ്സിലാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ഉപയോഗം. അതിനു പുറമെ ഇതും സമുദ്രത്തിന്റെ ആഴം നിർണ്ണയിക്കാൻ സഹായിക്കും. ഏഴാമത്തത് പ്ലാസ്മ ഇൻസ്ട്രുമെന്റ് ഫോർ മാഗ്നറ്റിക് സൗണ്ടിംഗ്. ജൂപ്പിറ്ററിന്റെ മാഗ്നറ്റിക് ഫീൽഡ് യൂറോപ്പയുമായിട്ട് ഇടപഴകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. എട്ടാമത്തത് മാസ് സ്പെക്ട്രോമീറ്റർ ഫോർ പ്ലാനറ്ററി എക്സ്പ്ലോറേഷൻ. ഇതിലൂടെ ഉപരിതലത്തിലും സമുദ്രത്തിലും അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. അവസാനത്തത് സർഫസ് ഡസ്റ്റ് അനലൈസർ. യൂറോപ്പയുടെ ഉള്ളിൽ നിന്നും വലിയ തോതിൽ പദാർത്ഥങ്ങൾ പുറന്തള്ളപ്പെടാറുണ്ട്. ആ പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്നത് എന്താണെന്ന് കണ്ടെത്തിയാൽ അത് സമുദ്രത്തിൽ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സൂചനയായിരിക്കും. ശരിക്കും ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഓർഗാനിക് പദാർത്ഥങ്ങൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കുക എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാന ഉദ്ദേശം. ഇതിനൊക്കെ പുറമെ പേടകത്തിലെ റേഡിയോ ആന്റിനകൾ ഉപയോഗിച്ചും നിരവധി പഠനങ്ങൾ നടത്തും. യൂറോപ്പയുടെ കൃത്യമായ മാസ്, ഉപരിതല ഗുരുത്വാകർഷണ ബലം, ആന്തരിക ഘടന, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും റേഡിയോ ആന്റിനകളിലൂടെ പഠിക്കുന്നത്. ഈ ഉപകരണങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ 150 കിലോഗ്രാം ഭാരമുള്ള ടൈറ്റാനിയത്തിന്റെയും അലൂമിനിയത്തിന്റെയും ഒരു ശക്തമായ ഷീൽഡും ഈ പേടകത്തിനുണ്ട്. ഈ ഷീൽഡിൽ വളരെ വിശിഷ്ടമായ ഒരു മെറ്റൽ പ്ലേറ്റും ഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിനെ വോൾട്ട് പ്ലേറ്റ് എന്നാണ് പറയുന്നത്. ഈ മെറ്റൽ പ്ലേറ്റിന്റെ ഒരു വശം നിറയെ ശബ്ദ തരംഗങ്ങളുടെ ചിത്രം കാണാം.
ഇതെല്ലാം തന്നെ വാട്ടർ എന്ന ഒരൊറ്റ വാക്കിന്റെ 103 ഭാഷകളിൽ സംസാരിക്കുന്ന ശബ്ദത്തിന്റെ ചിത്രമാണ്. ഇതിൽ നമ്മുടെ മലയാളവുമുണ്ട്. മലയാളം മാത്രമല്ല, പല ഇന്ത്യൻ ഭാഷകളുമുണ്ട്. ഭൂമിയിലെ സകല ജീവന്റെയും ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ഘടകമാണ് ജലം. അതുമാത്രമല്ല, ഭൂമിയെയും ഭൂമിയിലെ സകല നാഗരികതകളെയും യൂറോപ്പയെയും ഒക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഘടകവും ജലമാണ്. അതുകൊണ്ട് ജലത്തിന്റെ പ്രാധാന്യത്തിന്റെ സൂചകമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മറുവശത്തിൽ മറ്റു പല സന്ദേശങ്ങളും കാണാം. ഏറ്റവും മുകളിൽ ഡ്രേക്ക് ഇക്വേഷൻ ഉണ്ട്. ഇന്റലിജന്റ് ആയ അന്യഗ്രഹ ജീവികളെ കണ്ടെത്താനുള്ള ഒരു ഇക്വേഷനാണ് ഡ്രേക്ക് ഇക്വേഷൻ. ഫ്രാങ്ക് ഡ്രേക്ക് എന്ന പ്രശസ്തനായ അമേരിക്കൻ ആസ്ട്രോഫിസിസിസ്റ്റ് ആണ് ഇത് രൂപപ്പെടുത്തിയത്. അദ്ദേഹത്തിനോടുള്ള ബഹുമാന സൂചകമായിട്ടാണ് ഇത് പ്ലേറ്റിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഈ വരകൾ ജലത്തിലെ മോളിക്യൂൾസ് പുറത്തുവിടുന്ന റേഡിയോ തരംഗങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതിന് താഴെ പ്ലാനറ്ററി സയന്റിസ്റ്റായ റൊണാൾഡ് ഗ്രീലിയുടെ ഒരു ചിത്രവും വരച്ചു വെച്ചിട്ടുണ്ട്. യൂറോപ്പ ക്ലിപ്പർ മിഷന്റെ അടിത്തറ നിർമ്മിച്ചതിലെ പ്രധാനിയായിരുന്നു അദ്ദേഹം. മധ്യത്തിലായിട്ടൊരു കവിത എഴുതി വെച്ചിട്ടുണ്ട്. ഭൂമിയെയും യൂറോപ്പയെയും ഒക്കെ ബന്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കവിത. അവസാനമായി കവിതയ്ക്ക് മുകളിൽ ഒരു ബോട്ടിലിന് ചുറ്റും 4 ഗ്രഹങ്ങൾ വലമിക്കുന്നത് കാണാം. അത് ശരിക്കും ജൂപ്പിറ്ററിന് ചുറ്റും വലമിക്കുന്ന 4 ഗലീലിയൻ മൂൺസ് ആണ്. അതായത് ഗാനിമേഡ്, അയ്യോ, കളിസ്റ്റോ, യൂറോപ്പ. വിക്ഷേപിക്കുന്നതിന് മുന്നേ ഈ ചിത്രത്തിന് മുകളിൽ വളരെ ചെറിയൊരു മൈക്രോ ചിപ്പ് കൂടെ ഘടിപ്പിക്കും. ആ ചിപ്പിൽ 26 ലക്ഷത്തിൽ കൂടുതൽ പേരുകൾ ഉണ്ടായിരിക്കും. ഈ പ്ലേറ്റ് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് യാതൊരു കാര്യവുമില്ല. ഇതൊക്കെ ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇന്റലിജന്റ് ആയിട്ടുള്ള ഏലിയൻസിന് പേടകം കിട്ടിയാൽ ഈ പ്ലേറ്റ് കാണുമ്പോൾ അവർക്ക് പുറമെ വേറെയും ഇന്റലിജന്റ് ആയ ജീവികൾ ഉണ്ടെന്ന കാര്യം, അതായത് മനുഷ്യരുണ്ടെന്ന കാര്യം അവർക്ക് തിരിച്ചറിയാൻ കഴിയും. പക്ഷെ അതിനും ഈ പ്ലേറ്റിന്റെ ആവശ്യമില്ല. കാരണം ബോധമുള്ള ഏലിയൻസ് ആണെങ്കിൽ പേടകം കാണുമ്പോൾ തന്നെ അത് ഏതോ ഇന്റലിജന്റ് ജീവികൾ ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലാക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, ഭാവിയിൽ ഇത് ബഹിരാകാശത്തിന്റെ വിശാലതയിലൂടെ അലഞ്ഞു നടക്കും. ഭൂമിയും ഭൂമിയിലെ സകല ജീവനും നശിച്ചാലും ഈ പേടകവും പ്ലേറ്റുമൊക്കെ ഒരുപക്ഷെ കോടാനുകോടി വർഷങ്ങൾക്ക് ശേഷവും നിലനിൽക്കും. അന്നൊരുപക്ഷെ മനുഷ്യൻ എന്നൊരു വർഗം പ്രപഞ്ചത്തിൽ ഉണ്ടായിരുന്നതിന്റെ ആകെയുള്ള തെളിവ് ചിലപ്പോൾ ഇത് മാത്രമായിരിക്കും. പക്ഷെ അതുകൊണ്ടും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ എല്ലാവരും നശിച്ചിട്ട് തെളിവുണ്ടായിട്ട് എന്ത് കാര്യം?